സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാധിസ്വർഗവും മേലുള്ള വെള്ളവും സ്വർഗാധിസ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും ഹല്ലേലൂയ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഴയ നിയമത്തിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പല വിഷയങ്ങൾ ചിന്തിപ്പാനായിട്ട് ദൈവവചനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയായല്ലോ. തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടുന്ന ആത്മീകമായ അവസ്ഥയെക്കുറിച്ചാണ്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആത്മീകമായ അവസ്ഥയുടെ ഈ അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ഉണർവാണ്. മറ്റൊന്ന് വിശ്വാസ ത്യാഗമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം പരിശുദ്ധാത്മ പകർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഉണർവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് സർവ ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്ന ആ വിഷയം പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, യേശു കർത്താവിന്റെ സ്വർഗാരോഹണ വേളയിൽ ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അപ്രകാരം വാഗ്ദത്തപ്രകാരം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന് സഭയെ ലോകത്തിലേക്കും വലിയ ശക്തി കേന്ദ്രമാക്കി മാറ്റിയതും നമുക്ക് കാണാവുന്നതാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഈ അന്ത്യകാലത്ത് സുവിശേഷീകരണം വളരെ ശക്തിയോടെ നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുൻപ് സുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷം 16-ാം നൂറ്റാണ്ടോടെയാണ് വിവിധ ഭാഷകളിലേക്ക് അത് വിവർത്തനം ചെയ്ത് തുടങ്ങിയത്. ഇന്ന് അത് ഏതാണ്ട് 1300-ലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് എന്ന് നാം അഭിമാനത്തോടെ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. കൂടാതെ TV, റേഡിയോ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതേപോലെ വിവിധ കൺവെൻഷനുകള്, പരസ്യയോഗങ്ങള്, ആളാം പ്രതിയുള്ള സുവിശേഷീകരണം, ലഘുലേഖ വിതരണം തുടങ്ങി ശക്തമായ നിലയിൽ സുവിശേഷീകരണത്തിന്റെ പ്രവർത്തനം മുൻകാലങ്ങളെക്കാൾ വളരെ ശക്തിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ഈ അന്ത്യകാലം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗമാണ്, ഏതൊരു സൈഡിനും അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉള്ളതുപോലെ ഈ അന്ത്യകാലത്ത് വിശ്വാസത്യാഗികൾ വളരെ വർദ്ധിച്ചു വരുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളില് എക്കാലത്തുമുള്ളതായ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൂത് അവിടെ 7 സഭകളോടുള്ള ബന്ധത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവസ്നേഹം, സഹോദര സ്നേഹം എന്നിവയിൽ കുറവ് വരിക, സഭ ലോകവുമായിട്ട് ഇടകലരുക, ആത്മീക സമ്പന്നതയ്ക്ക് പകരം ഭൗതിക സമ്പന്നതയുടെ വ്യഗ്രത, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടമാക്കുക, വചനത്തിന് സ്ഥാനമില്ലാതാകുക, സകലവിധ അശുദ്ധിയും സഭയില് കടന്നുകൂടുക, ഇവയെല്ലാം സഭയെ സാധിക്കുന്ന അന്ത്യകാലത്ത് ബാധിക്കുന്ന അന്ത്യകാല
ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ അശുദ്ധി തളം കെട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടം, സ്വവർഗ രതി പോലെയുള്ളതായ ആണും തമ്മിൽ കല്യാണം കഴിക്കുന്നു, പെണ്ണും തമ്മിൽ അവർ കല്യാണം കഴിക്കുന്നു. ഇതൊക്കെ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു. വിവാഹം തന്നെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോകാറായിരിക്കുന്നു. ലിവിങ് ടുഗദർ എന്ന ഓമന പേരിട്ടുകൊണ്ടുള്ളതായ ഏറ്റവും അശുദ്ധി നിറഞ്ഞതായ ജീവിതങ്ങൾ നമ്മൾ കാണുന്നു. ഇതിനൊക്കെ പല കോടതികളും ലോകരാഷ്ട്രങ്ങളും മത നേതാക്കന്മാരും പോപ്പ് പോലെയുള്ളവരെ പോലും ഇങ്ങനെയുള്ളതായ പല അശുദ്ധ പാപങ്ങൾക്കും പച്ചക്കൊടിയാണ് ഈ നാടുകളിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വേർപെട്ട സമൂഹങ്ങൾ പോലും ഇന്നത് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ പൈശാചികന് ഏറ്റവും കൂടുതൽ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്നുള്ളതും ദൈവവചനം മറന്നു പോകരുത് എന്നാണ് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഉള്ളത്. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ ശീതോഷ്ണാവസ്ഥയിൽ കഴിയുന്ന സഭയോട് കർത്താവ് താൻ കള്ളനെ പോലെ വരുമെന്നുള്ള മുന്നറിയിപ്പാണ് വെളിപ്പാട് പുസ്തകം 3:16, 20, 21 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതേ ക്രിസ്തുവിൽ പ്രിയരെ, ഈ അന്ത്യകാലത്ത് യഥാർത്ഥമായ ഒരു ആത്മീക ഉണർവാണ് ഏവരിലും വ്യാപരിക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിൽ ആത്മീക ഉറക്കത്തിലാണ് നാമെങ്കിൽ, സംഘടനകളെങ്കിൽ മടങ്ങി വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരു സഭയെ എത്രയേ ആത്മമണവാളൻ ചേർക്കുകയുള്ളൂ. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങിയിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാർക്കൂമൽ പായുസിൽ ഭാരങ്ങൾ അധികം വേണ്ടി